റിലേഷൻഷിപ്പിന് ഒരു ഗൈഡ് ലൈൻസ് വെക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഇക്വിറ്റി വെസ്റ്റിങ്ങും നിങ്ങൾക്കൊരു ഫൗണ്ടിങ് ടീമൊക്കെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യമായിട്ട് പിന്നെ ചെയ്യേണ്ടത് ഒരു ഫൗണ്ടേഴ്സ് എഗ്രിമെന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിലെ താല്പര്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലാവും. കാരണം ഞാൻ ഒരുപാട് ഫൗണ്ടേഴ്സിന്റെ അടുത്ത് ഫൗണ്ടേഴ്സ് എഗ്രിമെന്റിന്റെ കാര്യം പറയുമ്പോൾ അവരുടെ മുഖം ചുളിയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ശരിയാണ്, വളരെ അൺറൊമാൻറ്റിക് ആയിട്ടുള്ള, ഒട്ടും ചെയ്യാൻ ആർക്കും താല്പര്യമില്ലാത്തൊരു ഏരിയ തന്നെയാണ് ഫൗണ്ടേഴ്സ് എഗ്രിമെന്റ്. പക്ഷെ എനിക്ക് എപ്പോഴും ചോദിക്കാനുള്ളത് എന്താണ് അതിലെ തെറ്റ് എന്നുള്ളതാണ്. ഞാൻ പല വേദിയിലും പറഞ്ഞിട്ടുള്ളതാണ്, നമ്മൾ വർഷങ്ങൾ പ്രണയിച്ച് ഒരു കല്യാണം കഴിച്ചാൽ പോലും നമ്മൾ അതിന് എന്ത് ചെയ്യുന്നുണ്ട്, ലീഗലി രജിസ്റ്റർ ചെയ്യുന്നുണ്ട്, ഒരു മാരേജ് സർട്ടിഫിക്കറ്റ് നമ്മൾ വാങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ബിസിനസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കോ ഫൗണ്ടേഴ്സ് എന്ന് പറയുന്നത് ഇവർ തമ്മിലൊരു റിലേഷൻഷിപ്പാണ്. ആ റിലേഷൻഷിപ്പിന് ഒരു ഗൈഡ് ലൈൻസ് വെക്കുന്നതിൽ ഒരു തെറ്റുമില്ല. നിങ്ങൾ അത് ലീഗലി ഒരു എഗ്രിമെന്റ് ആക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അപ്പോൾ ഫൗണ്ടേഴ്സ് എഗ്രിമെന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഫൗണ്ടേഴ്സ് എഗ്രിമെന്റിന്റെ ഒരു ടിപ്പിക്കൽ അല്ലെങ്കിൽ ബേസിക്കലി എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു നോർമൽ ഫോമിലുള്ള കോണ്ടന്റ്സ് എന്താണെന്നുള്ളത് ഞാൻ പറയാം.